ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ടതായിരിക്കുന്ന ഈ നല്ല പ്രഭാതത്തിൽ ദൈവത്തിൻ്റെ വചനവുമായി നിങ്ങളുടെ മധ്യത്തിലായിരിക്കാൻ സർവശക്തനായ ദൈവം സഹായിച്ച വലിയ കൃപയ്ക്കായി സ്തോത്രം. ഇന്ന് മോനിമന്ന ചിന്തിക്കുവാൻ ഇന്ന് തിരഞ്ഞെടുക്കപ്പെട്ട വാക്യം അപ്പോസ്തല പ്രവൃത്തി 17-ാം അധ്യായത്തിൻ്റെ 23-ാമത്തെ വാക്യം ഞാനിവിടെ വായിക്കുന്നു. ഞാൻ ചുറ്റി നടന്നു നിങ്ങളുടെ പൂജാസ്ഥാനങ്ങളെ നോക്കുമ്പോൾ അജ്ഞാത ദേവൻ എന്ന് എഴുതിയിട്ടുള്ള ഒരു വേദിക്കല്ല് കണ്ടു. എന്നാൽ നിങ്ങൾ അറിയാതെ പൂജിക്കുന്നത് തന്നെ ഞാൻ നിങ്ങളോട് അറിയിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. അപ്പോസ്തലനായിരിക്കുന്ന പൗലോസ് തൻ്റെ ശുശ്രൂഷയിലൊക്കെയും ജാതികളുടെ ഇടയിൽ പ്രസംഗിക്കുകയും അനേക ദൈവമറിയാത്ത അനേക മനുഷ്യരെ കർത്താവിങ്കിലേക്ക് കൊണ്ടുവരുന്ന ഒരു അനുഭവമുണ്ട്. കാരണം അന്ന് അഥേനിയയിലെ പുരുഷന്മാരോട് അവർ സംസാരിക്കുന്നു. അഥേനിയയിലെ പുരുഷന്മാരെന്ന് പറയുന്നത് അവർ ജീവിക്കുന്ന ദൈവത്തെ അവർ കണ്ടിട്ടില്ല. അവർ വിഗ്രഹങ്ങളെയും ബിംബങ്ങളെയും ഒക്കെ ആരാധിക്കുന്നതായ ഒരു അനുഭവം. പൂജകൾ നടത്തുന്നു, വേലിക്കല്ല്, ദൈവത്തിന് സ്തോത്രം, വേദിക്കല്ലുകൾ നിർത്തി അതിനെ പൂജിക്കുന്നു. അങ്ങനെയുള്ളതായിരിക്കുന്ന അനുഭവത്തിൽ കൂടെ വന്നുകൊണ്ടിരിക്കുമ്പോഴാണ് പൗലോസിൻ്റെ പ്രസംഗം അവർ കേൾക്കുവാനിടയായി തീർന്നത്. ദൈവത്തിന് സ്തോത്രം. അവർ മാനസാന്തരത്തിലേക്ക് അവർ വരേണ്ടതിനാണ് പൗലോസിൻ്റെ ആ അധ്വാനം. കാരണം ജീവനുള്ള ദൈവത്തെ അവർ കാണണം. അവർ മാനസാന്തരപ്പെട്ട് വിഗ്രഹാരാധനയിൽ നിന്ന് അതിനെ ഉപേക്ഷിച്ചിട്ട് ജീവിക്കുന്ന ദൈവത്തെ അറിഞ്ഞ് ആരാധനയിലേക്ക്, ഒരു മാനസാന്തരത്തിൻ്റെ അനുഭവത്തിലേക്ക് കടന്നു വരണമെന്നുള്ളതായിരിക്കുന്ന ഒരു വലിയ പ്രത്യാശയോടും ആത്മഭാരത്തോടും പൗലോസ് പ്രവർത്തിക്കുവാൻ അവിടെ ഇടയായി. ദൈവത്തിന് സ്തോത്രം. അവിടുത്തെ മാനസാന്തരം, ആ ജനത്തിൻ്റെ മാനസാന്തരം മാത്രമാണ് അദ്ദേഹം ആഗ്രഹിക്കുന്നത്. നമുക്കറിയാം, ദൈവത്തിന് സ്തോത്രം, വിശുദ്ധ വേദപുസ്തകത്തിൽ അനേകരെ നമുക്ക് കാണും. ഇസ്രായേൽ മക്കൾ തന്നെ മരുഭൂമിയിൽ കൂടെ കടന്നു പോകുമ്പോൾ അവർ കാളക്കുട്ടിയെ ഉണ്ടാക്കി ആരാധിച്ചു. അത് ദൈവത്തിന് വലിയ കോപം, ദൈവത്തിൻ്റെ കോപം ജ്വലിക്കുവാനിടയായി. അനേകരും മരുഭൂമിയിൽ അങ്ങനെ പട്ടുപോകുവാനിടയായി തീർന്നിട്ടുണ്ട്. നമുക്കറിയാം, നമ്മുടെ ദൈവത്തിന് ഏറ്റവും ഇഷ്ടമില്ലാത്തതായിരിക്കുന്ന ഒരു ആരാധനയാണ് വിഗ്രഹ ആരാധന. ദൈവത്തിന് സ്തോത്രം. അനേകരും വിഗ്രഹങ്ങളെ ഉണ്ടാക്കി, നല്ല മണിമകുടങ്ങളൊക്കെ ഉണ്ടാക്കി അതിലേക്ക് പ്രതിഷ്ഠിക്കുന്നു. അനേക പ്രതിമകൾ ഉണ്ടാക്കി അതിനെ നമസ്കരിക്കുന്നു. ചില നാടുകളിൽ മൃഗങ്ങളെ ആരാധിക്കുന്നവരുണ്ട്. അങ്ങനെ പല മൃഗങ്ങളെ ആരാധിക്കുന്ന അനേക ജനങ്ങളുണ്ട്. എന്നാൽ അപ്പോസ്തല പ്രവൃത്തി 17-24 ഇങ്ങനെ പറയുന്നു: ലോകവും അതിലുള്ളതൊക്കെയും ഉണ്ടാക്കിയ ദൈവം സ്വർഗത്തിലും ഭൂമിക്കും നാഥനായതുകൊണ്ട് കൈപ്പണിയായ ക്ഷേത്രങ്ങളിൽ വാസം ചെയ്യുന്നില്ല. ദൈവത്തിന് സ്തോത്രം. നമ്മുടെ കർത്താവായ യേശുക്രിസ്തു സർവ്വവ്യാപിയാണ്. നാം ഇവിടെ നിൽക്കുമ്പോഴും നമ്മുടെ തലമുറകളെ നോക്കുവാൻ അവരെത്ര ദൂരത്തായിരുന്നെങ്കിലും അവിടെയും ദൈവത്തിൻ്റെ സാന്നിധ്യമുണ്ട്. കാരണം ഇതിൻ്റെ സൃഷ്ടാവാണ്. ആ ഉടമസ്ഥൻ എപ്പോഴും തൻ്റെ മക്കളെയും ഈ ലോകത്തെയും അങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു അനുഭവമാണ്. അതുകൊണ്ട് ഒരു ദൈവത്തിനും ഒരിക്കലും ഒരിടത്ത് കുടിയിരിക്കുവാൻ കഴിയുകയില്ല. കാരണം അങ്ങനെ കുടിയിരുത്തുന്നതായ ആ ഒരു സമ്പ്രദായമാണ് വിഗ്രഹാരാധന. ദൈവത്തിന് സ്തോത്രം. അപ്പം അപ്പോസ്തലത്തിന് വ്യക്തമായിട്ട് അവിടെ പറയുന്നത്, ലോകവും അതിലുള്ളതൊക്കെയും ഉണ്ടാക്കിയ ദൈവം സ്വർഗത്തിനും ഭൂമിക്കും നാഥനായതുകൊണ്ട് കൈപ്പണിയായ ക്ഷേത്രങ്ങളിൽ വാസം ചെയ്യുന്നില്ല. ഇതൊക്കെ അങ്ങോട്ട് പ്രസംഗിക്കുവാൻ തുടങ്ങിയപ്പോൾ അഥേനിയയിലെ അനേക വ്യക്തികൾ മാനസാന്തരത്തിൻ്റെ അനുഭവത്തിലേക്ക് വന്നു. അങ്ങനെ ആയപ്പോൾ ആ മുഖം നോക്കി പറയുന്നവരോടും കൈ നോക്കി പറയുന്നവരോടും ലക്ഷണം പറയുന്നവരോടും മന്ത്രവാദികളിലും ഒക്കെ തിരക്ക് കുറഞ്ഞു. റോമ ഗവൺമെന്റിന്റെ വലിയ വരുമാനങ്ങൾ കുറഞ്ഞു കഴിഞ്ഞപ്പോൾ ദൈവത്തിന് സ്തോത്രം, പൗലോസിനെ പിടിച്ചുകൊണ്ടുവന്ന് കാരാഗ്രഹത്തിലടയ്ക്കുന്നു, അവനെ തല്ലുന്നു, അവനെ ഉപദ്രവിക്കുന്നു. എല്ലാം ചെയ്തിട്ടും പൗലോസ് അത് വളരെ എരിവോടുകൂടെ തന്നെ അവരോട് ദൈവത്തിൻ്റെ വചനം സംസാരിക്കുവാനിടയായി തീർന്നു. നമുക്കറിയാം, നെബൂഖദ്നേസർ രാജാവ് ഉണ്ടാക്കിയ ബിംബത്തെ നമസ്കരിക്കുക ഇല്ല എന്ന് പറഞ്ഞപ്പോൾ അവരെ 7 മടങ്ങ് വർദ്ധിക്കുന്ന തീച്ചുളയിലേക്ക് ഇടാൻ ദാവീദ് കൽപ്പന കൊടുത്തു. പക്ഷെ അവിടൊക്കെ ദൈവം ജീവിക്കുന്ന ദൈവമാണെന്ന് അവിടെ തെളിഞ്ഞു വരികയാണ്. അപ്പോൾ അവിടെ തെളിഞ്ഞിട്ടും അനേകർക്ക് ഇതിനെ അംഗീകരിക്കുവാൻ മനസ്സില്ലാതെ
അത് സാത്താൻ അവരുടെ ഹൃദയങ്ങളെ എന്ത് ചെയ്യുകയാണ്? ഇരുട്ടാക്കി കളഞ്ഞിരിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന്റെ കൽപ്പന തന്നെ ഇങ്ങനെ പറയുന്നു: ആകാശത്തിന്റെ കീഴിലോ ഭൂമിക്ക് മീതെയോ യാതൊന്നിന്റെ പ്രതിമയോ ഉണ്ടാക്കുവാനോ അതിനെ നമസ്കരിക്കുവാനോ പാടില്ല എന്ന് ദൈവത്തിന്റെ കൽപ്പന പറയുന്നു. ഞാനല്ലാതെ അന്യദൈവം നിനക്കുണ്ടാകരുത്. ദൈവത്തിന് സ്തോത്രം. ഇതൊക്കെയും അറിഞ്ഞിട്ടും ഇന്ന് മനുഷ്യൻ അറിയാത്ത രീതിയിൽ ഇന്ന് ജീവിച്ചു കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അന്യദൈവങ്ങളെ ആരാധിച്ചു കൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം, അബ്രഹാം ദൈവത്തിന് സ്തോത്രം തേരഹിന്റെ മകനായിരുന്നു. പക്ഷേ അബ്രഹാമിന് സംഭവിച്ചതെന്താണ്? അബ്രഹാം വിഗ്രഹങ്ങളെ ഉണ്ടാക്കുകയും വിൽക്കുകയും ചെയ്ത് ആരാധിക്കുകയും ചെയ്ത ആ കുടുംബത്തിൽ നിന്ന് ദൈവം അവനെ വിളിച്ചു വേർതിരിച്ച് ഇറക്കി. സ്തോത്രം. അവൻ ദൈവത്തെ കണ്ടു ജീവിക്കുന്ന, സംസാരിക്കുന്ന, പ്രവർത്തിക്കുന്ന ദൈവത്തിന് സ്തോത്രം. ആ ദൈവത്തെ കണ്ടു കഴിഞ്ഞപ്പോൾ അവന് ബോധ്യമായി, ഇതൊരിക്കലും ദൈവത്തിന് സ്തോത്രം, ഇതൊരിക്കലും എന്താണ്, ഇത് ഞങ്ങൾ ഉണ്ടാക്കിയത് വിൽക്കുന്ന ബിംബം ഒരിക്കലും ദൈവമല്ല എന്ന് മനസ്സിലാക്കുവാനിടയായി തീർന്നു. നമുക്കറിയാമല്ലോ, ആവർത്തന പുസ്തകം 23:3 ഇങ്ങനെ പറയുന്നു: ഒരു അമോന്യനോ ഒരു മോവാബിയനോ യഹോവയുടെ സഭയിൽ പ്രവേശിക്കരുത്. അവരുടെ 10ാം തലമുറ പോലും ഒരു നാളും പ്രവേശിക്കരുത്. കാരണം അവർ വിഗ്രഹാരാധികളാണ്, അവർക്ക് പ്രവേശിക്കുവാൻ കഴിയുകയില്ല. അതുകൊണ്ട് അതിനെ ഉപേക്ഷിച്ചിട്ട് മടങ്ങി ജീവിക്കുന്ന ദൈവത്തെ കണ്ടുമുട്ടുന്നുവെങ്കിൽ ജീവിതത്തിൽ ഏറ്റവും വലിയ ഭാഗ്യമായി തീരും. പൗലോസ് ജീവിതത്തിലെ അനേക സുവിശേഷ പ്രവർത്തനത്തിൽ കൂടെ ഒക്കെ ദൈവം എന്താണ് ആ അബ്രഹാമിനെ ദൈവത്തിന് സ്തോത്രം വിടുവിച്ചെന്ന് പറഞ്ഞതുപോലെ തന്നെ പൗലോസിനെയും അവൻ്റെ ജീവിതത്തിൽ അനേക കഷ്ടങ്ങളൊക്കെ അനുഭവിച്ചുവെങ്കിലും ദൈവത്തിന് സ്തോത്രം കർത്താവിന് വേണ്ടി നല്ല പോർ പൊരുതി ഓട്ടം തികയ്ക്കുവാൻ ആ പൗലോസിന് കഴിയുവാനിടയായി തീർന്നു. അതുകൊണ്ട് ഈ നാളുകളിൽ നല്ല ഓട്ടമോടി തികച്ചുകൊണ്ട് നമ്മുടെ ക്രിസ്തുവിൻ്റെ വിളിക്ക് വേണ്ടി നമുക്ക് കാത്തിരിക്കാം. ദൈവത്തിന് സ്തോത്രം. ഇന്ന് ഈ പകൽക്കാലം കേട്ട ഈ പ്രഭാതത്തിൽ കേട്ട വചനത്തിൽ നമ്മളെ തന്നെ താഴ്ത്തി ഏൽപ്പിക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധനും നിത്യനുമായ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, അനുഗ്രഹിക്കപ്പെട്ടതായ നല്ല പ്രഭാതത്തിനായി സ്തോത്രം. ഏഴകളായിരിക്കുന്ന ഞങ്ങൾക്ക് ദൈവത്തിൻ്റെ സന്നിധിയിൽ കർത്താവെ നിൽപ്പാനുള്ള കൃപ നൽകണമേ. ഇന്ന് പകൽക്കാലം കേട്ട വചനത്തിന് മുമ്പിൽ ദൈവമേ താഴ്ത്തി ഏൽപ്പിക്കുന്നു. കർത്താവ്, നീ അവിടുന്ന് അനുഗ്രഹിക്കണമേ. കേൾക്കുന്ന ഓരോ ജീവിതങ്ങളോടും ദൈവം സംസാരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾക്ക് ഈ നാളുകളിൽ അന്ത്യനാളിൽ നിന്റെ വേല തികയ്ക്കുവാൻ കർത്താവ് കൃപ നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. അടിയനെ ദൈവങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുവിൻ ധന്യമുള്ള നാമത്തിൽ തന്നെ ആമേൻ. എല്ലാവർക്കും പ്രഭാതവന്ദനം അറിയിക്കും.